ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഒരു പാൻ വെച്ചതിന് ശേഷം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ ചിക്കൻ്റെ ലെഗ് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങാനീര് എന്നിവ ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം പാനിലേക്കിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. ഒരു ഒരു ഷാലോ ഫ്രൈ അല്ല, അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഫ്രൈ ആവണം. ഒരു സൈഡ് ആദ്യം വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ആദ്യം തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു 5-10 മിനിറ്റ്സ് കഴിയുമ്പം അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ്റെ ലെഗ് പീസാണ് കേട്ടോ. ചിക്കൻ്റെ തൈ പീസ് വെച്ചും ഒക്കെ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ബിരിയാണി റൈസ് കൂടി റെഡിയാക്കിയെടുക്കാം. ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം വയ്ക്കുക. പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ബട്ടർ ഗീ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗീ വേണേലും ഉപയോഗിക്കാം. ചൂടായ പാത്രത്തിലേക്ക് 2.5 സ്പൂൺ ഗീ ആണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ആവശ്യാനുസൃതം ചേർക്കാം. ഞാനിവിടെ 2.5 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഞാൻ കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി ഇട്ട് ഇളക്കുക. ശേഷം ഞാനിവിടെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പം ക്യാരറ്റും കൂടി ഇടാറുണ്ട് കേട്ടോ. അപ്പം ഒരു 1.5 ക്യാരറ്റ് നല്ലപോലെ കുഞ്ഞാക്കി അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഞാൻ ബസുമതി റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസുമതി റൈസാണ് ഉപയോഗിക്കുന്നത്. ആ കുതിർത്ത് വെച്ച ബസുമതി റൈസും കൂടി ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം ഞാൻ ഇതിനകത്തോട്ടേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങാനീര് ചേർത്ത് കഴിഞ്ഞാൽ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കും. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് ഓഫ് റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിട്ട് എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് ഈ റൈസ് ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ അല്പം വെള്ളം കൂടിപ്പോയാലോ അല്ലെങ്കിൽ അല്പം വെന്ത് പോയാലോ അല്ലെങ്കിൽ റൈസ് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ബസുമതി റൈസ് സ്പെഷ്യലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നാരങ്ങാനീര് ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 2 സ്പൂൺ ഓഫ് ഉപ്പാണ് ചേർക്കുന്നത്. അതുകൂടി ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ഗ്ലാസ് റൈസിന് ഞാനിവിടെ 4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം തിളച്ച ചൂടുവെള്ളം ആണ് ഉപയോഗിക്കുന്നത്. 2 ഗ്ലാസ് റൈസിന് ഇരട്ടി വെള്ളം. അങ്ങനെ 4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് റൈസ് വേകാൻ വേണ്ടി വയ്ക്കാം. തീ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. അരിയുടെ വേവെന്ന് പറയുന്നത് ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും ഈ റൈസ് നല്ലപോലെ വെന്തിട്ടുണ്ടാകും. കറക്റ്റ് വേവായിരിക്കും കേട്ടോ. ഇങ്ങനെ അളന്ന് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റൈസ് വല്ലാണ്ട് വെന്ത് പോകുമോ അല്ല അളിഞ്ഞു പോകുമൊന്നുമില്ല. നല്ല കറക്റ്റ് ലെവലിൽ വെന്ത് കിട്ടും. അപ്പോൾ റൈസിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മുടെ ചിക്കൻ ബിരിയാണീൻ്റെ മെയിൻ പാർട്ടിലോട്ട് പോവാം. അങ്ങനെ റൈസ് ഒരു സൈഡിലിരിക്കുന്നു, വേകുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പം ഓൾമോസ്റ്റ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ആ ഫ്രൈ ആയ ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഓരോ ലെഗ് പീസ് നമുക്ക് മാറ്റിയെടുക്കാം ഫസ്റ്റ്. അങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ പാൻ തന്നെ ഉപയോഗിക്കാം കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാനിലേക്ക് അല്പം കൂടി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഒരു മീഡിയം സൈസുള്ള സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സ്ലൈസ് ചെയ്ത സവോള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്തോളുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ശേഷം നല്ലപോലെ ഇളക്കിയെടുക്കുക.
നല്ലപോലെ വരണ്ട് വരുന്ന വരെ തക്കാളിയൊക്കെ നല്ലപോലെ വരണ്ട് കിട്ടണം. അപ്പം അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 4-5 കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിച്ചതോ അങ്ങനെയൊന്നുമല്ല, സാധാരണ നോർമലായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത്യാവശ്യം നല്ലപോലെ സവോള വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ക്യൂബ്സും പിന്നെ പച്ചമുളക് ചെറുതായിട്ട് ചതച്ചും കൂടി ഇട്ടത് ഞാൻ ഇട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട്. അതുപോലെ കൊറിയാണ്ടർ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഓരോരുത്തർക്കും അതിൻ്റെ എല്ലാവർക്കും അതിൻ്റെ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. മുഴുവൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ചിക്കൻ, കാരണം നല്ലപോലെ വെന്തിട്ടുണ്ടാവും, അപ്പം പൊടിഞ്ഞു പോവരുത്. നല്ലപോലെ സൂക്ഷിച്ച് 4 സൈഡും നല്ലപോലെ ഇളക്കി അത്യാവശ്യം ഗ്രേവിക്ക് അനുസരിച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അടച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം കൂടി തൈരുണ്ടെങ്കിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിലിപ്പം തൈരില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദമ്പിടാം. ഇനി റൈസ് ചിക്കനിലോൻ്റെ മേളിലോട്ടേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. വേണേൽ ദം ചെയ്യാൻ നേരത്ത് ലെയറിലായിട്ടിട്ട് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. മല്ലിയിലയും കുറച്ച് മിൻറ്റ് ലീഫും പിന്നെ കുറച്ച് കാഷ്യൂവും പിന്നെ ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.